മഞ്ചൂരി ഉണ്ടാക്കുവാണ്. ഗോബി മഞ്ചൂരി ഉണ്ടാക്കാനായിട്ട് സത്യം പറഞ്ഞാൽ കോളിഫ്ലവർ ഒരു ശകലമേ ഉള്ളൂ, ഒരു ഇച്ചിരി. ഇത് ആർക്കൊക്കെ കഴിക്കാൻ പറ്റുമെന്നൊന്നും എനിക്കറിയത്തില്ല. എങ്കിലും അച്ഛന് ഭയങ്കര നിർബന്ധം. കുറേ ദിവസം കൊണ്ട് വരുന്നു ഗോബി മഞ്ചൂരി ഉണ്ടാക്കിയത്. അപ്പോൾ എടുത്തതിൻ്റെ ബാക്കി ഒരു ശകലം കോളിഫ്ലവർ ഇരുന്നാണ്. അന്നേരം അതുകൊണ്ട് ഞാൻ ഒരു കുറച്ച് ഗോബി മഞ്ചൂരി ഉണ്ടാക്കുവാണ്. ഞാൻ എങ്ങനെയാണ് ഗോബി മഞ്ചൂരി ഉണ്ടാക്കുന്നതെന്നൊക്കെ നോക്കാം. ഒരുപാട് ഇതൊന്നും ഞാനത് ചേർക്കുന്നില്ല, കുറച്ചുള്ള നമുക്ക് വീട്ടിലുള്ള സാധനങ്ങളൊക്കെ ചേർത്ത് മാത്രം ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് ഇത്. അപ്പം നിങ്ങളൊക്കെ ഇങ്ങനെയാണോ ഉണ്ടാക്കുന്നതെന്ന് എനിക്കറിയില്ല, പക്ഷെ ഇത് നല്ല ടേസ്റ്റാണ്. ഞാൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. നമുക്ക് ആദ്യം തന്നെ ഇച്ചിരി വെള്ളം വെച്ച് തിളപ്പിക്കാതെ, എന്നിട്ട് അതിനകത്തോട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് നമുക്ക് ഈ കോളിഫ്ലവറിൻ്റെ ഇതിനകത്തെ അഴുക്കും ചെറിയ പുഴുവൊക്കെ കാണുമെന്ന് പറയുന്നത് അതെല്ലാം ഒന്ന് പോയി നമുക്കൊന്ന് വൃത്തിയാക്കിയൊക്കെ ഇതാക്കി എടുക്കാം. ഇത് കണ്ടോ, ഇതാണ് ഞാൻ പറയും ഇത്രയും കോളിഫ്ലവർ കൊണ്ട് ഞാൻ എങ്ങനെ ഗോബി മഞ്ചൂരി ഉണ്ടാക്കുന്നത് പറ. ഇച്ചിരിയേ ഉള്ളന്നേ, ഇവിടെ എല്ലാവർക്കും ഇഷ്ടമുള്ള സാധനവുമാണ്. അവൾക്ക് ഭയങ്കര നിർബന്ധം വേണമെന്നുള്ളത്. എന്നാലും ഉള്ളതുകൊണ്ട് ഉണ്ടാക്കി കൊടുക്കാം. വെള്ളം തിളച്ചു, അതിലേക്ക് നമുക്കൊരു ശകലം ഉപ്പിടാം. ഉപ്പിട്ടേച്ച് മഞ്ഞളും കൂടി ഇട്ട്, കുറച്ചല്ലേ ഉള്ളൂ അപ്പോൾ കുറച്ച് ഉപ്പിട്ടാൽ ഇട്ടു. അതിലേക്ക് ഇനി ഒരു ശകലം മഞ്ഞളും കൂടെ. വേണ്ടോ, ഇച്ചിരിയേ ഉള്ളെന്നേ എനിക്കറിയത്തില്ല. എന്നാവുന്ന ആർക്കറിയാം. എന്നാലും അതും കൂടെ കിടന്നൊന്ന് നല്ലപോലെ ഒന്ന് തിളക്കട്ടെ. തിളച്ചൊന്ന് നല്ല ഇതാട്ടെ. ഒരു 2-3 മിനിറ്റ്, ഞാൻ 2-4 മിനിറ്റൊക്കെ തിളപ്പിച്ചു കേട്ടോ. 4 മിനിറ്റ് ഇല്ല, 2-3 മിനിറ്റ്. അപ്പം ഞാൻ ഇത് കോരി എടുക്കുവാണേ. നല്ലപോലെ വെള്ളത്തിൽ കിടന്ന് നല്ലപോലെ ഒന്ന് തിളച്ച് ഒത്തിരി ഇതായപ്പോൾ അങ്ങ് ഒരുമാതിരി വെന്ത് പോകും. ഒരു ഹാഫ് വേവായിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഓഫ് ചെയ്തേച്ച് ഇത് ഞാൻ കോരി എടുക്കുവാണേ. കുറച്ച് കൂടുതലുണ്ടായിരുന്നെങ്കിൽ മെനക്കെടുന്നതിനൊരു പ്രയോജനം ഉണ്ടായിരുന്നു. ഇത് ചുമ്മാ ഒരു ഇതായിപ്പോയല്ലോ എന്ന് ഓർക്കുമ്പോഴത്തേക്ക് ഒരു മടി. ഇന്നത് മഴയൊക്കെ, അല്ലെങ്കിൽ ഇച്ചിരി മേടിച്ചുകൊണ്ടും കൂടെ വരുമായിരുന്നു. ഈ മഴയത്ത് ഇനി പോകാനും ഒക്കെ അങ്ങ് മഴയല്ലേ. ഇനി നമുക്കത് ഇച്ചിരി ചൂടാറട്ടെ. ആറുമ്പോഴത്തേക്ക് ഞാൻ അതിൻ്റെ ബാക്കി സാധനങ്ങളൊക്കെ എടുക്കുന്നത് കാണിക്കാം. എല്ലാം ഒന്നിച്ച് റെഡിയാക്കി വെച്ചിട്ട് നമുക്കത് എടുക്കാവേ. ഇതിനകത്ത് ഞാൻ ചേർക്കുന്നത് ഇത് മുളക് പൊടി എന്ന് പറഞ്ഞാൽ കാശ്മീരി ചില്ലിയാണ്, പിരിയ മുളക് പൊടി. അതും പിന്നെ ശകലം മഞ്ഞൾപ്പൊടിയും. കാര്യം അത് കുറച്ചേ ഉള്ളൂ, ഇത്രയും തന്നെ മസാലയൊക്കെ കൂടുതലതിന്. പിന്നെ എടുത്തേക്കുന്നത് കടലമാവും പിന്നെ കോൺഫ്ലവർ പൊടിയും കൂടെയാണ് എടുത്തേക്കുന്നത്. ഈ കടലമാവ് നമ്മൾ ഇന്നാൾ ലഡു ഉണ്ടാക്കിയതിൻ്റെ ബാക്കി പൊടിയാണ്. കോൺഫ്ലവർ പിന്നെ ഒരു ചെറിയ പാക്കറ്റ് എപ്പോഴും ഇവിടെ കാണും, അതാണ് എടുത്തേക്കുന്നത്. കോൺഫ്ലവർ പൊടി കുറച്ച് മതി, ആ ഒരു മൊരിഞ്ഞ് കിട്ടാൻ വേണ്ടി. കടലമാവാണ് ഞാൻ കൂടുതലും എടുത്തേക്കുന്നത്. പിന്നെ വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഞാൻ ഇതിങ്ങനെ മിക്സിയിലായതുകൊണ്ട് ഇച്ചിരി ഇതായിട്ട് എടുത്തു. പക്ഷേ ഇത്രയൊന്നും നമുക്ക് വേണ്ട, ഇത്രയും മതി നമുക്ക്. കാര്യം അത് ഇച്ചിരി ഇത്രയല്ല, ഒരു 2 സ്പൂൺ വേണ്ടി വരുമായിരിക്കും. ബാക്കി പിന്നെ എടുത്ത് ഫ്രിഡ്ജിൽ വെക്കാമെന്ന് ഓർത്തു. പിന്നീട് എപ്പോഴെങ്കിലും ഇതിന് ആവശ്യത്തിന് എടുക്കാമല്ലോ. പിന്നെ ഇതിന് വേണ്ടത് ഒരു മുട്ടയാണ്. മുട്ട നമുക്ക് ഇത്രയും വേണ്ട. മുട്ട ഇതിൻ്റെ ഇത് അടിച്ച് ഞാൻ ഒരു ഗ്ലാസ്സിലോട്ട് എടുത്ത് വെച്ച് നല്ലപോലെ പതപ്പിച്ചേച്ച് കുറച്ചേ എടുക്കുന്നുള്ളൂ. കാര്യം വീണ്ടും ഞാൻ പറയുന്നില്ല, നമുക്ക് ഉണ്ടാക്കാനുള്ള കോളിഫ്ലവർ കുറച്ചേ ഉള്ളൂ എന്ന് ഞാൻ വീണ്ടും പറയുന്നത്. മുട്ട ഇത് ഗ്ലാസ്സിലോട്ട് ഒഴിച്ചേച്ച് പതപ്പിച്ചേച്ച് നമുക്ക് ആവശ്യമുള്ളത് എടുക്കാവേ. ബാക്കി എന്നിട്ടെടുത്ത് പിള്ളേർക്ക് ഓംപ്ലേറ്റോ എല്ലാം ഉണ്ടാക്കി കൊടുക്കാം. ഇതിലോട്ട് ഇച്ചിരി വെള്ളവും കൂടെ ചേർത്ത് നമുക്ക് കുഴയ്ക്കാം. ഒരു ശകലം കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുക്കാവുള്ളൂ. കാര്യം ഒത്തിരി ലൂസാക്കി എടുത്താൽ അത് പിടിക്കുകയില്ല. നമുക്കൊരു കുറച്ച് ഞാനിതിനകത്ത് ഇച്ചിരിയും കൂടെ വെള്ളം ചേർക്കാം. ഞാൻ ഉപ്പ് ചേർത്തായിരുന്നു കേട്ടോ.
കാര്യം കുറച്ച് ചേർത്തുള്ളൂ, അത് നമ്മൾ ഉപ്പിട്ടാണ് വേവിച്ചത്, അതുകൊണ്ടാണ് കുറച്ച് ഉപ്പ് ചേർത്തത്. എന്നിട്ട് ഈ ഒരു ലൂസേ ആകാവുള്ളൂ. ഉണ്ടോന്ന് നോക്കട്ടെ. ഉപ്പൊക്കെ ഉണ്ട്. ഇനി ഇതിലേക്ക് വിടുക. ദയനീയമായ അവസ്ഥ. ഇതിനി ഇങ്ങനെ മിക്സ് ചെയ്തെടുത്ത് ഇനി നമുക്ക് എണ്ണയ്ക്കകത്തിട്ടിട്ട് വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ ചീനച്ചട്ടി അടുപ്പ് വെച്ചേക്കാണ്, നല്ലപോലെ ചൂടായി, എൻ്റെ കയ്യെ ചൂടടിക്കുന്നുണ്ട്. ഇനി അതിനകത്തിട്ട് എണ്ണ ഒഴിക്കട്ടെ. ഗോൾവിനറിൻ്റെ എണ്ണയാണ് ഒഴിക്കുന്നത്. ഇതിലേക്ക് ഇനി നമുക്ക് കുറേശ്ശായിട്ട് വറുത്തെടുക്കാവേ. ഇച്ചിരി കറിവേപ്പിലയും കൂടി ഇതിനകത്തിടാമെങ്കിൽ നല്ലതാണ്. ഉണക്കമുളക് ഒക്കെ ഇട്ടെടുക്കാൻ നല്ലതാണ്. ഞാനിപ്പോൾ ഉണക്കമുളക് ഇടുന്നില്ല, ഇച്ചിരി കറിവേപ്പില അതിൻ്റെ കൂടെ ഇടുന്നുണ്ട്. ഇത് നല്ലപോലെ മൂത്തു. ഇതിനി കോരി എടുക്കുവാണേ. ഒത്തിരി താമസമൊന്നും ഇല്ലെന്നേ, പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. വീഡിയോ ഒക്കെ കാണുമ്പോൾ ഉറപ്പ് ഒത്തിരി നേരം, പക്ഷെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. ഫ്രിഡ്ജിനകത്ത് ടൊമാറ്റോ സോസ് ഇരിപ്പുണ്ട്. ചൂടാണ്, പൊള്ളും. ചൂടാട്ടോ, പൊള്ളരുത്. ഫ്രിഡ്ജിനകത്തേക്ക് ടൊമാറ്റോ സോസ് എടുക്കുക. ഒരു ആദ്യം ഉണ്ടാക്കി വെച്ച ടൊമാറ്റോ സോസ് ഉണ്ടേ, അത് ഇങ്ങെടുക്കുക. ഒരു ചെറിയ ബോട്ടിലിനകത്ത്. ഓക്കെ, വീഡിയോ ഒന്ന് കാണിച്ചോട്ടെ. ടൊമാറ്റോ സോസ് കൂട്ടി ഞാൻ ഒരെണ്ണം കഴിച്ചു നോക്കട്ടെ. സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ട് സ്വന്തമായിട്ട് പുകഴ്ത്തു അല്ലേ? കൊള്ളാമല്ല. അപ്പം ഇങ്ങനെയാണ് ഞാൻ ഗോപി മഞ്ചൂരി ഉണ്ടാക്കുന്നത്. ഇങ്ങനെ അല്ലാതൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരിക്കും ചിലർ. മൈദയും പിന്നെ കോൺഫ്ലവർ പൊടിയും ചിലപ്പോൾ അരിപ്പൊടി അങ്ങനെയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്കറിയില്ല കറക്റ്റായിട്ട് കേട്ടോ, അതുകൊണ്ട് ഞാൻ അതിൻ്റെ കാര്യങ്ങളൊന്നും പറയുന്നില്ല. അപ്പം അങ്ങനെ ഇങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പം കുഴപ്പമില്ല കേട്ടോ, പിള്ളേർക്കൊക്കെ ഇഷ്ടമാണ്. നമുക്ക് ഒരുപാട് കാര്യങ്ങളൊന്നും ഇതിനകത്ത് ആവശ്യമില്ല, ചേരുന്നില്ല.
അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. എന്നൊരു ചെറിയ വീഡിയോ ആണ്, കാര്യം ഞാൻ ഇത് കുക്കിങ്ങിൻ്റെ ആയതുകൊണ്ടാണ് ഒരു ഇച്ചിരി ആയിട്ടങ്ങ് ഇട്ടത്. അപ്പം നമുക്കിനി അടുത്തൊരു വീഡിയോയുമായിട്ട് ഉടൻ തന്നെ കാണാം. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ കമൻറ്റ് ഇടാൻ മറക്കല്ലേ, ഇതിൻ്റെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ പറയണേ. അപ്പം അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് ഉടൻ തന്നെ കാണാം. നിർത്തുന്നു ഇന്നത്തെ വീഡിയോ.